അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കുഞ്ഞാടതിൻ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. കുഞ്ഞാടതിൻ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവനെന്നെ ഉത്സവ വസ്ത്രം. തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവനെന്നെ ഉത്സവ വസ്ത്രം. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. കേൾക്കുമ്പോൾ തന്നെ ഒരു കുളിർമ തരുന്ന വാക്യമാണത്. നിനക്ക്, വ്യക്തിപരമായിട്ടാണ് പറയുന്നത്, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ദൈവത്തിൻ്റെ അരുളപ്പാടാണത്. നിനക്ക്, അന്നത് പറയുന്നത് സഖരിയ പുരോഹിതനോടാണ്. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ശുശ്രൂഷ ചെയ്യുന്നു, ദൈവത്തിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുന്നു. സഖരിയ പുരോഹിതൻ ആലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ഭയഭക്തിയോടെ കറതീർന്നൊരു ജീവിതമാണ്. അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന സഖരിയ പുരോഹിതന് ഉള്ളിൽ ഒരു വലിയ വേദന വിഷയമുണ്ടായിരുന്നു. ഉള്ളിലൊരു സങ്കടമുണ്ടായിരുന്നു. വാർദ്ധക്യമായി, ഭാര്യയും വാർദ്ധക്യമായി. എലിസബത്ത് ഒരു കുഞ്ഞിനെ കണ്ടില്ലല്ലോ, ഒരു ഓമന കുഞ്ഞിനെ കിട്ടിയില്ലല്ലോ. സങ്കടം. ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് സങ്കടത്തിൻ്റെ നീറ്റലുകൾ പൊന്തി വരുന്നുണ്ട്. പക്ഷേ അന്ന് ശുശ്രൂഷയിലുള്ള മറ്റാരും അറിയുന്നില്ലത്. ആ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ദൈവമക്കളാരും അറിയുന്നില്ല. ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു, ശുശ്രൂഷ നടക്കുന്നു. പക്ഷേ ആ ശുശ്രൂഷയുടെ മധ്യത്തിലും ഒരു വേദന, ഉള്ളിൽ ഒരു വിങ്ങൽ. അങ്ങനെ
വിഷമിച്ച് നിൽക്കുന്ന സഖരിയ പുരോഹിതന് ദൈവത്തിൻ്റെ ദൂതന് ഒരു വെള്ളപ്പാട് കൊടുത്തു. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. വലിയൊരു വാഗ്ദത്വമാണത്. ഹൃദയത്തെ തണുപ്പിക്കുന്നൊരു വാഗ്ദത്വം, ഉള്ളത്തെ ആശ്വസിപ്പിക്കുന്നൊരു വാഗ്ദത്വം, മനസ്സിന് ഏറ്റവും ആശ്വാസം തരുന്നൊരു വാഗ്ദത്വം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. സന്തോഷവും ഉല്ലാസവും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഒരേ ഒരു പോംവഴിയുള്ളൂ എന്ന് നാം കണ്ടു. ഒരേ ഒരു പോംവഴി. കന്യാമാതാവിനെ പോലെ ജീവിതം ക്രിസ്തുവിൻ്റെ തിരിഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുക, ക്രിസ്തുവിനെ വഹിക്കുക, അതിൻ്റെ ഭവിഷ്യത്തൊന്നും ഓർക്കാതെ, അതുകൊണ്ട് വരാവുന്ന അപമാനം പോലും ഓർക്കാതെ, വിവാഹിതയാകാത്തൊരു സ്ത്രീ പ്രസവിക്കുക എന്ന് പറയുന്ന ആ കാര്യത്തിൻ്റെ അപമാനകരമായ കാര്യം ഒന്നും ചിന്തിക്കാതെ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് മാതാവ് പറഞ്ഞ ആ വാക്ക് കൊണ്ട് തന്നെ സന്തോഷവും ഉല്ലാസവും ഉണ്ടാക്കാൻ തുടങ്ങി. മനുഷ്യർക്കത് മനസ്സിലാകുകയില്ല, നാട്ടുകാർക്ക് മനസ്സിലാവുകയില്ല. വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട്, പക്ഷേ വിവാഹം നിശ്ചയിച്ചതിന് ശേഷം, വിവാഹത്തിന് മുൻപ് തന്നെ ഇതാ കന്യക ഗർഭിണിയായിരിക്കുന്നു. എന്തുമാത്രം അപായകരമായ കാര്യമാണ്. പക്ഷേ സന്തോഷം ഉല്ലാസം ലഭിച്ചു. എൻ്റെ ഹൃദയം ദൈവത്തിൽ ആനന്ദിക്കുന്നു, എൻ്റെ ഉള്ളിൽ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. കന്യാമാതാവ് പറയുകയാണ്, എൻ്റെ ഉള്ള രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. ക്രിസ്തുവിനെ പേറുമ്പോൾ, ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിക്കുമ്പോൾ, ക്രിസ്തുവിനെ ഹൃദയത്തിൽ ലഭിക്കുമ്പോൾ സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ ഇന്ന് സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, സംതൃപ്തിയില്ല. മനസ്സിൽ അനേകം ആകുലങ്ങൾ, ആവലാതികൾ, വലിയ വലിയ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് തനിയെ പരിഹരിക്കാൻ സാധ്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നതായ അനേകം പ്രശ്നങ്ങളും ഊരാക്കുരുക്കുകളും ഇതെല്ലാമായിട്ട് വലയുന്ന മനുഷ്യൻ. ഈ വലയുന്ന മനുഷ്യന് അവന് കേൾക്കാൻ പറ്റുന്ന ഇമ്പകരമായ വാക്കാണ്, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ദൈവം കൽപ്പിക്കുന്നതാണ്. നമ്മുടെ പലരുടെയും ഹൃദയം ഇന്ന് ഊഷരമായ മരുപ്പറമ്പ് പോലെ വരണ്ടുണങ്ങിയിരിക്കുന്നു, വിണ്ട് കയറിയിരിക്കുന്നു, തകർന്നു പോയിരിക്കുന്നു. എല്ലാ സന്തോഷവും സമാധാനവും അറ്റുപോയിരിക്കുന്നു. എപ്പോഴും അവലാതി, പകലും അവലാതി, രാത്രിയും അവലാതി. പകലെന്നില്ല രാവെന്നില്ല, എപ്പോഴും ഈ ഒരു ആവലാതിയുടെ നീറ്റൽ ഉള്ളത്തിലിങ്ങനെ പൊങ്ങി പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് വാഗ്ദത്തം കിട്ടുന്നത്, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ഇന്ന് നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ പറയണം, കർത്താവേ, അങ്ങനെ അന്ന് നീ കൊടുത്ത വാഗ്ദത്തം ഇന്ന് എൻ്റെ ജീവിതത്തിൽ നീ പ്രസക്തമാക്കി തരണമേ, സംഗതമാക്കി തരണമേ, ഇത് അനുഭവമാക്കി തരണമേ. എൻ്റെ ജീവിതത്തിൽ അത് ഇന്ന് എൻ്റെ ജീവിതത്തിൽ നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും എന്ന് അവിടുന്ന് കൽപ്പിച്ച ആ വചനം എനിക്ക് അന്വർത്ഥമാക്കി തരണമേ. ദൈവത്തിന് സ്തോത്രം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. മാതാവിന് സന്തോഷവും ഉല്ലാസവും ഉണ്ടായി. സ്ത്രീകളിലേക്കും അനുഗ്രഹീതയായവൾ, വാഴ്ത്തപ്പെട്ടവൾ, ധന്യയായവൾ എന്ന് തലമുറകൾ തലമുറകൾ പ്രശംസിക്കുന്ന മഹത്തായ അനുഭവത്തിലേക്ക് വരാനിടയായി. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഏതാനും പേർ അക്കാലത്ത് കന്യമറിയാമിനെ തെറ്റിദ്ധരിച്ചു. പക്ഷേ തലമുറകൾ കഴിഞ്ഞു പോയിട്ടും കന്യമറിയാം സന്തോഷവും ഉല്ലാസമുള്ളതായി നിൽക്കുന്നു. ഇന്നും മനുഷ്യഹൃദയങ്ങൾ ജീവിക്കുന്നു, മനുഷ്യഹൃദയങ്ങളിൽ ആവേശം കൊള്ളിക്കുന്നു. ആ സമർപ്പണത്തിൽ സന്തോഷമുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കും ഈ സന്തോഷവും ഉല്ലാസവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. സെഫന്യാവിൻ്റെ പുസ്തകത്തിൽ നാം കണ്ടത് രക്ഷയിൽ സന്തോഷം ഉണ്ടാകുമെന്നാണ്. രക്ഷ, നിത്യരക്ഷ, നിത്യജീവൻ അത് കിട്ടിയാൽ സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. പലർക്കും ഈ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര തന്നെ അതങ്ങ് മനസ്സിലാവുകയില്ല. ഈ രക്ഷയ്ക്ക് വേറെ തടസ്സമൊന്നും ഇല്ലല്ലോ എന്നാണ് ചിന്തിക്കുന്നത്. എനിക്ക് പള്ളിയുണ്ട്, നമസ്കാരമുണ്ട്, പ്രാർത്ഥനയുണ്ട്, പിന്നെ അങ്ങനെ വലിയ ഭാവത്തിലൊന്നും ഞാൻ പോകുന്നില്ല എന്നിങ്ങനെയുള്ളൊരു അലസ മനോഭാവം പലർക്കുമുണ്ട്. രക്ഷപ്പെട്ടു എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് വേണം. രക്ഷിക്കപ്പെട്ടു എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് വേണം. രക്ഷിക്കപ്പെട്ടു എന്നാൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ചില ചോദിക്കാം, രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാം തീർന്നോ, എല്ലാം പൂർത്തിയായോ? രക്ഷിക്കപ്പെട്ടു എന്നുള്ള ഉറപ്പെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ?
ജീവിതം കർത്താവിന് കൊടുത്തു എന്നുള്ള ഉറപ്പ്, ഒരു ശിശു ജനിച്ചു എന്നുള്ള ഉറപ്പ്. പഴയ മനുഷ്യൻ അവൻ മരിച്ചു, ഒരു പുതിയ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റു, ഒരു പുതിയ ശിശു ജനിച്ചു. പഴയ മനുഷ്യൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, അതൊരു പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേറ്റു. ഈ ഒരു ഉറപ്പാണ് പുതിയ ജനനം, വീണ്ടും ജനനം. ഈ ഒരു ഉറപ്പാണ് വേണ്ടത്. അതാണ് ആരംഭം. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ശിശു ജനിച്ചു പറഞ്ഞാൽ എല്ലാം തികഞ്ഞോ? ഇനി എന്തുമാത്രം ബാലാരിഷ്ടതകളുണ്ട് ആ കുട്ടിക്ക്. ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ എന്തുമാത്രം പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. ചിലപ്പോൾ രോഗങ്ങളുണ്ടായി എന്ന് വരാം, ചിലപ്പോൾ കരുതലില്ലാതെ നടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ വേച്ച് വീണെന്ന് വരാം, ചിലപ്പോൾ മുട്ടുകാല് പൊട്ടിയെന്ന് വരാം. ഈ ശിശു വളർന്നു വരുമ്പോൾ ആ കുഞ്ഞിനെ വളർച്ചയിലെ ഓരോ കാര്യങ്ങളിലും ഇങ്ങനെ മുന്നോട്ട് വരുന്നവരും പുതിയ പുതിയ അറിവുകൾ കിട്ടി വരും, പുതിയ പുതിയ അനുഭവങ്ങൾ കിട്ടി വരും. ഓരോന്നും ഓരോ തരത്തിലുള്ളതായ കാര്യങ്ങൾ വരുമ്പോഴെല്ലാം അതിൽ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് ഓടുകയാണ് കുട്ടി. ആദ്യം പയ്യെ പിച്ച് നടന്നു തുടങ്ങി, പിന്നീട് ഓടി നടന്നു തുടങ്ങി, പിന്നീട് ചാടും, പിന്നീട് വേണമെങ്കിൽ നല്ല അധ്വാനം ചെയ്യും, നല്ല അത്യധ്വാനം ചെയ്യും, വളർന്നു വരികയാണ്. അവസാനത്തോളമാണ് ഈ വളർച്ച, അവസാനത്തോളം. എന്നതുപോലെ ഒരാൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറൈറ്റ് ആയില്ല, പെർഫെക്റ്റ് ആയില്ല, പൂർണ്ണമായില്ല. രക്ഷിക്കപ്പെട്ടു, അത് അനുഭവം കിട്ടണം. ഒരിക്കലുള്ള അനുഭവമാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ മാനസാന്തരപ്പെട്ടു, ഞാൻ ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ചു, ക്രിസ്തു എൻ്റെ ഉള്ളത്തിലേക്ക് കയറി വന്നു. ഇത് ഒരു ആരംഭം മാത്രമാണ് രക്ഷിക്കപ്പെട്ടു. പക്ഷേ ആരംഭം വേണമല്ലോ, ആരംഭം മാത്രമാണ്, ആരംഭം വേണം. പക്ഷേ ഇനിയാണ് അനേകം പ്രതിസന്ധികളിലൂടെ ഈ കുഞ്ഞ് കടന്നു പോകേണ്ടത്. എന്തെന്ത് പ്രയാസങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. ഏതെല്ലാം ജീവിത ആയോധനം എന്ന് പറയും, ജീവിതായോധനം, ജീവിതത്തിലെ യുദ്ധങ്ങൾ എന്തെല്ലാം. ഇതെല്ലാം അഭിമുഖീകരിച്ച് ജയിച്ച് വളർന്ന് നല്ല പ്രൗഢനായിത്തീരുന്നു. പ്രൗഢൻ നല്ല പ്രായപൂർത്തിയായി നല്ല പക്വതയായിത്തീരുന്നു. ഒരു ശിശുവിന് എന്ത് പക്വതത്വം ഉണ്ടാവുന്നില്ലല്ലോ. എന്നതുപോലെ ആ ശിശു വളർന്നു വരുന്നത് പോലെ നാം ഇനി വളരണം. അപ്പോൾ ഒന്നാമത് നടക്കേണ്ട കാര്യം രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന അനുഭവം ലഭിക്കണം. അതിൽ സന്തോഷിക്കാം, രക്ഷയിൽ സന്തോഷിക്കാം. ദൈവത്തിന് സ്തോത്രം. അനേകം ആളുകളും ധരിച്ചു വച്ചിരിക്കുന്നത് ഞാൻ രക്ഷിക്കപ്പെട്ടു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ ഞാൻ എപ്പോൾ ആണെങ്കിലും ഒരു കുഴപ്പമില്ല. മനുഷ്യനെ ബലഹീനതകളൊക്കെ ഉണ്ടല്ലോ. ഏത് മനുഷ്യനെ ബലഹീനതയില്ലാത്തത്? ഹ്യൂമൻ വീക്ക്നെസ്സസ്, മാനുഷികമായ ബലഹീനതകൾ, അത് ആർക്കാ ഇല്ലാത്തതുകൊണ്ട്. മനുഷ്യനാണെങ്കിൽ ബലഹീനതയൊക്കെ ഉണ്ട്. ടു എയർ ഈസ് ഹ്യൂമൻ ബട്ട് ടു ഫർഗീവ് ഈസ് ഡിവൈൻ. തെറ്റുപറ്റുക എന്നുള്ളത് മാനുഷികം, ക്ഷമിക്കുക എന്നുള്ളത് ദൈവികം. ദൈവം ക്ഷമിച്ചോളും. ഇങ്ങനെയുള്ള ഒരു അലംഭാവത്തോടുകൂടി പോകുന്ന അനേകം ആളുകളുണ്ട് ക്രിസ്തീയ സമുദായത്തിൽ, ക്രിസ്തീയ സമൂഹത്തിൽ. വലിയ അപകടമാണ്. അവർ രക്ഷാപൂർത്തി പ്രാപിക്കുന്നില്ല. ഭയങ്കരമായൊരു കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യം. 600,000 പേരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു. കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്തിൽ ഞങ്ങൾ വീണ്ടെടുക്കപ്പെട്ടു എന്നുള്ള പാട്ടുപാടി ചെങ്കടൽ കടന്നു, പ്രതിസന്ധി അഭിമുഖീകരിച്ചു, അത് ജയിച്ചു കടന്നു, മരുഭൂമിയിൽ കൂടി നടന്നു. 40 വർഷം മരുഭൂമിയിൽ അവർ അലഞ്ഞു നടന്നു. മനോഹരമായ കനാൻ ദേശത്തേക്ക് എന്ന് പറഞ്ഞാണ് പുറപ്പെട്ടത്. പക്ഷേ 40 വർഷം അലഞ്ഞു നടന്നു. അവസാനം ആ പുറപ്പെട്ടവരിൽ 2 പേർ മാത്രമേ കനാനിൽ കാലുകുത്തിയുള്ളൂ. ഭയപ്പെടണം. ആ 600,000 പേര്, 6 ലക്ഷം പേരിൽ 2 പേർ മാത്രമേ കനാനിൽ കാലുകുത്തിയുള്ളൂ. കനാനിലേക്കാണ് പുറപ്പെട്ടത്. നല്ല പ്രതീക്ഷയോടെയാണ് പുറപ്പെട്ടത്. ദൈവം പുറപ്പെടുവിച്ച് കൊണ്ടുപോയതാണ്. കർത്താവ് ജനത മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. യൂദാശ്ലീഹ പറയും, കർത്താവ് രക്ഷിച്ചു, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു, പക്ഷെ വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. രക്ഷ നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നത്തേതിൽ നാശം വരും. ഇന്ന് അനേകർക്ക് പറ്റിയ വലിയൊരു അപകടം വിശ്വാസമില്ല. ആര് എന്നെ രക്ഷിച്ചു? വിശ്വാസമില്ല. ആര് എനിക്ക് രാവിലെ തോറും മന്നാതെ ഒഴിച്ചു തരുന്നു? വിശ്വാസമില്ല. ആര് എനിക്ക് പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച് തരുന്നു? വിശ്വാസമില്ല. ആര് ഞങ്ങൾക്ക് ഈ മാറയിലെ കയ്പ് വെള്ളം മധുരമാക്കി തീർത്തു? വിശ്വാസമില്ല. ആര് അഗ്നിസർപ്പത്തിന് കടിയേറ്റ് മരിച്ചുകൊണ്ടിരുന്നവൻ ജനസമൂഹത്തിന് മുമ്പിൽ ഒരു പിച്ചള കൊണ്ടൊരു പാമ്പിനെ ഉണ്ടാക്കി നാട്ടി ആര് എനിക്ക് രക്ഷ തന്നു? വിശ്വാസമില്ല. ഈ മരുപ്പറമ്പിൽ കൂടെയുള്ള യാത്രയിൽ ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യവും സഹായവും കിട്ടിക്കൊണ്ടിരുന്നു. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം. രാത്രിയിൽ വെളിച്ചം കാണിക്കാൻ മരുഭൂമിയിൽ കൂടി പോകുന്ന ജനത്തിന് അഗ്നിസ്തംഭം. പകൽ അവർക്ക് ചൂടിൻ്റെ ശക്തി കുറയ്ക്കുന്നതിന് വേണ്ടി മേഘസ്തംഭം.
ഇങ്ങനെയെല്ലാം വഴി നടത്തുന്നത് ആര് അറിഞ്ഞില്ല. വിശ്വാസമില്ലാതെ പോയി. ഒരളവിൽ പറഞ്ഞാൽ നമ്മിൽ പലർക്കും വിശ്വാസം പോരാ. പ്രയാസം തോന്നരുത്. ഇന്ന് പലരും വിശ്വസിക്കുന്ന ആരാണ് നിങ്ങൾ നടത്തുന്നതെന്നോ നിങ്ങൾ ആരുടെ പിന്നാലെ പോകുന്നതെന്നോ വിശ്വാസമില്ല. നിങ്ങൾ ചില മനുഷ്യരെ കാണുന്നുള്ളൂ, മനുഷ്യരെ കാണുന്നു. അപ്പോൾ ഞാൻ ഈ വചനം പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ കാണുന്നു. വെറുതെയാണ്, ഒരു പ്രയോജനമില്ല. ദൈവത്തിന് സ്തോത്രം. എന്നെ കണ്ടതുകൊണ്ടോ എന്നെ നോക്കിയത് കൊണ്ടോ എൻ്റെ അടുക്കൽ വന്നതുകൊണ്ടോ ഒരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ കാണേണ്ടവനെ കാണണം. സ്തോത്രം. യേശുക്രിസ്തുവിനെ കാണണം. ക്രിസ്തു, ആ ക്രിസ്തുവിനെ കണ്ടാൽ നിങ്ങൾക്ക് ദൈവഭയം ഉണ്ടാകും. ദൈവഭയം. എന്നെ കാണുന്നൊരു ദൈവമുണ്ട്, എന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി കുരിശിൽ പെടഞ്ഞു മരിച്ചൊരു യേശുവുണ്ട്. യേശു എന്നെ എങ്ങനെയെങ്കിലും രൂപാന്തരപ്പെടുത്താൻ അധ്വാനിച്ചുകൊണ്ട് നിൽക്കുന്ന യേശു എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. യേശു എനിക്ക് സന്തോഷോല്ലാസം തരും. മനുഷ്യരല്ല സന്തോഷോല്ലാസം തരുന്നത്. യേശുവിലേക്കാണ് ഓട്ടം വരുന്നത്. യേശു ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കൂ. യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചുള്ള ജീവിതമാണ് അന്ത്യം വരെയും നിലനിൽക്കുന്നത്. ഇടയ്ക്ക് അവിശ്വാസം വരരുത്. അനേകം ദൈവമക്കൾക്ക് അവിശ്വാസം വരുന്നു. അവിശ്വാസം. മോശ സംസാരിക്കുമ്പോൾ മോശയെ കാണുന്നുള്ളൂ. കുറച്ച് ദിവസത്തേക്ക് മോശയെ കാണാതായപ്പോഴേക്കും അവർ പ്രളയത്തിലായി. മോശ സീനായി മലയിലേക്ക് കയറിപ്പോയി. 40 രാവും 40 പകലും സീനായിൽ പർവ്വതത്തിൻ്റെ മുകളിൽ ദൈവത്തോട് താമസിച്ചു. ദൈവവചനം കേട്ടുകൊണ്ടിരുന്നു. ജനത്തിനുള്ള കൽപ്പനകൾ ഏറ്റുവാങ്ങി. ഈ മോശ പോയപ്പോഴേക്കും അവർക്ക് അമ്പരപ്പായി. ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് മോശയ്ക്ക് എന്തു ഭവിച്ചു? മോശ എവിടെ? ദൈവത്തിന് സ്തോത്രം. ഓർത്താൽ മതിയായിരുന്നു. ഞങ്ങളെ കൊണ്ടുവന്നത് മോശയല്ല. ഞങ്ങൾക്ക് ചെങ്കടൽ കടത്തി വിട്ടത് മോശയല്ല. ഞങ്ങൾക്ക് പാറയിൽ വെള്ളം തന്നത് മോശയല്ല. മോശയൊരു വെറും പാവ മാത്രം, ദൈവത്തിൻ്റെ കയ്യിലൊരു ഉപകരണം മാത്രം. മോശയെ നോക്കിയാൽ രക്ഷപ്പെടാൻ പറ്റുകയില്ല. ഇത് ഞാൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർ കാളക്കുട്ടിയെ വാർക്കുകയില്ലായിരുന്നു. കാളക്കുട്ടിയെ വാർത്തു. ഞങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. അത് കാളക്കുട്ടിയെ വാർത്തു. അനേകം ദൈവമക്കൾ കാളക്കുട്ടികളെ വാർത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമോ? അനേകം ദൈവമക്കൾ ചില മനുഷ്യരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരെ നോക്കിയാണ് പോകുന്നത്. അതുകൊണ്ട് ദൈവത്തിന് വേല ചെയ്യുന്നവർ മാതൃകായോഗ്യമായി നിൽക്കണം. തീർച്ചയായിട്ടും വേണം. അത് സംശയമില്ല. പക്ഷേ അവരെ നോക്കിയാലും ആരും രക്ഷപ്പെടുകയില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നവർ, ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഏറ്റവും വിശുദ്ധമായി ജീവിതം നയിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ അവർക്ക് നഷ്ടം. ഇല്ലെങ്കിൽ അവർക്കാണ് നഷ്ടം. ജനത്തിന് നഷ്ടം വരികയില്ല. ഈ ദൈവത്തിൻ്റെ വചനം പറയുന്നവർ തങ്ങൾ തന്നെ എന്നുമെന്നും ശോധന ചെയ്ത് ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധത്തിൽ നിന്നില്ലെങ്കിൽ നഷ്ടം. അവർക്ക് പെരിയ നഷ്ടം, തീരാ നഷ്ടം. അവരെ ഏൽപ്പിച്ച വേലയെ അവർ ചെയ്തേ പറ്റൂ. ചെയ്യണം. അതിന് പ്രതിഫലം ഉണ്ട് താനും. കർത്താവ് ഒരു ജോലി ഏൽപ്പിച്ചു, ആ ജോലി ചെയ്താൽ പ്രതിഫലമുണ്ട്. എന്നാൽ നാം ദൈവത്തിൻ്റെ വചനത്തെയും തരുന്ന ദൈവത്തെയും തരുന്ന കൈകളെയും നാം കണ്ടില്ലെങ്കിൽ അവിശ്വാസമാണ്. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും ഓർത്തുകൊള്ളണം, എന്നെ വിളിച്ചത് ഗോകുൽത്തായിലെ കുരിശിലെ സ്നേഹമാണ്. എന്നെ പുറപ്പെടുവിച്ചത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എനിക്ക് ജീവൻ തന്നത് യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. എന്നെ പാപത്തിൻ്റെ ചേറിൽ നിന്ന് പൊക്കിയെടുത്ത് യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. എൻ്റെ ജീവിതത്തിൽ എല്ലാ തിന്മകളും മാറ്റി എന്നെ വിശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. എന്നെ സ്വർഗത്തിൽ ഇരുത്തുവാൻ ആഗ്രഹിക്കുന്ന യേശുവിൻ്റെ സ്നേഹമാണ് എനിക്ക് വചനം തന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചിന്ത എപ്പോഴും വേണം. യേശുക്രിസ്തു അതായിരിക്കണം നമ്മുടെ മനസ്സിൽ തിങ്ങി നിൽക്കുന്നത്. ഒരു മനുഷ്യനെയും നിങ്ങൾ പൂജിക്കരുത്. ഒരു മനുഷ്യനെയും നിങ്ങൾ ദൈവത്തെ പോലെ കരുതുകയും ചെയ്യരുത്. ഒരു മനുഷ്യനെയും നിങ്ങൾ പൂജിക്കരുത്. വ്യക്തി പൂജകൾ അപകടമാണ്. ദൈവത്തിന് ഹീറോ വർഷിപ്പ് അപകടമാണ്. ഹീറോ വർഷിപ്പാണ് കൾട്ടായിട്ട് മാറുന്നത്, വീരാരാധനയായിട്ട് മാറുന്നത്. കൾട്ട്. നമ്മുടെ കൂട്ടായ്മ ഒരിക്കലും കൾട്ടായി പോകാൻ പാടില്ല. നമ്മുടെ കൂട്ടായ്മ, ദൈവത്തിന് സ്തോത്രം, യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ട് യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നൊരു കൂട്ടായ്മയായിരിക്കണം. യേശുക്രിസ്തുവിൻ്റെ വചനം തരാൻ യേശുക്രിസ്തു പല വിധ ഉപാധികൾ ഉപയോഗിക്കും. ടി വിയിലെ പ്രസംഗങ്ങൾ സഹായമാണ്. അതുകൊണ്ട് ടി വിയിലെ പ്രസംഗങ്ങൾ കേട്ടില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടാതിരിക്കാൻ പറ്റില്ല. രക്ഷപ്പെടണം. ക്രിസ്തുവിനെ നോക്കണം. എന്തുകൊണ്ട്? അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അവങ്കിലേക്ക് നോക്കണം. സ്തോത്രം. രക്ഷ ക്രിസ്തുവിൽ നിന്ന് വരുന്നു. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയെല്ലാമാണ് അവിശ്വാസം വന്നത് നിങ്ങൾ ചിന്തിക്കണം. അവിശ്വാസം നിങ്ങൾ കേട്ടുള്ളൂ, സംശയിക്കേണ്ട.
ദൈവത്തിൻ്റെ കൃപയാൽ ഭാഗ്യവശാൽ ഇവിടെ ഒരു കാര്യം പറയുന്നെങ്കിൽ അവിടെ ചോദ്യം ചെയ്യാതെ അനുസരിക്കാനുള്ള മനോഭാവം ഉണ്ടെങ്കിൽ വിശ്വാസമായി. ദൈവത്തിന് സ്തോത്രം. ചോദ്യം ചെയ്യാതെ അനുസരിക്കണം. മോശ എങ്ങനെയായിരുന്നു? ചോദ്യം ചെയ്ത് അനുസരിച്ചു. മോശക്കറിയാൻ വെള്ളത്തിൻ്റെ വടി ചെങ്കടൽ നേരെ നീട്ടിയാൽ ചെങ്കടൽ പിളരുമെന്ന് എങ്ങനെ അറിയാം? എന്നാ തെളിവ്? മോശയ്ക്ക് അവിശ്വാസമില്ല, സംശയമില്ല. കർത്താവ് പറഞ്ഞു, കൈ നീട്ടി, ചെങ്കടൽ പിളർന്നു. അങ്ങ് ദൂരെ കൊടിമരത്തിന് മുകളിൽ ഉയർത്തിക്കെട്ടിരിക്കുന്ന പിച്ചൽ സർപ്പത്തിലേക്ക് നോക്കിയാൽ പാമ്പിന് കടിയേറ്റവർ രക്ഷ പ്രാപിക്കുന്നു മോശയോട് പറഞ്ഞു. മോശയ്ക്ക് അവിശ്വാസമില്ല. ദൈവം പറഞ്ഞു, വിശ്വസിക്കുന്നു. ദൈവം പറഞ്ഞ ആരിൽ കൂടി? മോശയിൽ കൂടി. ദൈവം എക്കാലത്തും മനുഷ്യരിൽ ഊന്നി എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്? മനുഷ്യരിൽ കൂടി. ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കിട്ടുന്നത് മനുഷ്യരിൽ കൂടിയാണ്, ദൈവമനുഷ്യരിൽ കൂടിയാണ്. ദൈവമനുഷ്യരിൽ കൂടി അങ്ങനെ വചനം കിട്ടുമ്പോൾ അവിടെ കണ്ണുടച്ച് വിശ്വസിക്കാനും സാധിക്കണം, അനുസരിക്കാനും സാധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ ചകഞ്ഞാൽ അവിശ്വാസമായി അത് നാശത്തിന് കാരണമായി തീരുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. സമർപ്പണത്തിൽ സന്തോഷിക്കാം, രക്ഷയിൽ സന്തോഷിക്കാം, കർത്താവിൻ്റെ വേല ചെയ്യുന്നതിൽ സന്തോഷിക്കാം. വേല ചെയ്യുന്നതിൽ, ദൈവത്തിൻ്റെ വേല ചെയ്യുന്നതിൽ നമുക്ക് സന്തോഷിക്കാം. ദൈവത്തിൻ്റെ വേല മുടങ്ങാതെ ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയല്ല. ദൈവവേല ചെയ്യുന്നത് എൻ്റെ കടമയാണ്. എന്നെ വേണ്ടിയെടുത്ത എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തെ മറ്റുള്ളവർ കീർത്തിക്കുന്നത് എൻ്റെ കടമയാണ്. എന്നെ സ്നേഹിച്ച എൻ്റെ യേശുവിൻ്റെ മഹത്വമേറിയ സുവിശേഷം മറ്റുള്ളവർ കൊടുക്കുന്നത് ഞാൻ ആരെയും പ്രതീക്ഷിച്ചല്ല, ആരെയും നോക്കിയല്ല, ആരെയും ആശ്രയിച്ചുമല്ല. എൻ്റെ യേശുവിനുള്ള കടപ്പാട് കൊണ്ട് ഞാൻ വേല ചെയ്യുന്നു. അത് എൻ്റെ കടമയാണ്. ഈ ഒരു ബോധ്യം വേണം ദൈവത്തിൻ്റെ വേലയിൽ, ദൈവത്തിൻ്റെ സേവയിൽ, ദൈവത്തിൻ്റെ വേലയിൽ സന്തോഷിക്കാം. ദൈവത്തിന് സ്തോത്രം. സന്തോഷിക്കണം. കർത്താവിന് വേല ചെയ്യാൻ മനസ്സുള്ളവരാകണം. മടിക്കാതെ വേല ചെയ്യാൻ മനസ്സുള്ളവരാകണം. ദൈവത്തിൻ്റെ വേല നാം മഹത്വം. ദൈവത്തിൻ്റെ വേലയിൽ സന്തോഷിക്കാം. പിന്നെ എന്തിലാണ് സന്തോഷിക്കാൻ പറ്റുന്നത്? കഷ്ടതയിൽ സന്തോഷിക്കാം. എന്തെല്ലാം വഴി നോക്കിയാലും രക്ഷ കിട്ടുന്നില്ല. അത്തിവൃക്ഷം തളർക്കുന്നില്ല, മുന്തിരിവള്ളി അനുഭവം തരുന്നില്ല, നിങ്ങൾ ഒലിവ് മരത്തിൻ്റെ ഫലം നിഷ്ഫലമായി പോകുന്നു, ഗോശാലയിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല, ആട്ടിൻകൂടെ തൊഴുത്തിൽ നശിച്ചു പോകും. ഒന്ന് മാറി ചെയ്ത് ഒരിടത്തും രക്ഷയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. അടിക്കടി ദുരിതങ്ങൾ, അടിക്കടി രോഗങ്ങൾ, അടിക്കടി അത്യാപത്തുകൾ, അടിക്കടി അത്യാഹിതങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഇന്നൊരാൾ ചോദിച്ചു, ഒരു മെസ്സേജ് വന്നതാണ്, ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ കഷ്ടതകൾ, ഇത്ര വലിയ കഷ്ടതകൾ എന്തുകൊണ്ടാണ് വരുന്നത്? എന്താണ് കാരണം? അത് എക്കാലത്തെയും ചോദ്യമാണ്. വൈ ദീസ് സഫറിങ്സ്, വൈ ദീസ് ട്രിബുലേഷൻസ്? എന്തുകൊണ്ട് ഈ ദുരിതങ്ങൾ? എന്തുകൊണ്ട്? വൈ ദീസ് കലാമിറ്റീസ്? എന്തുകൊണ്ട്? അത് ആദ്യകാലം മുതലേയുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിന് മുൻപ് എഴുതപ്പെട്ട ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ആ ചോദ്യം വന്നത്. ഉൽപ്പത്തി പുസ്തകം എഴുതുന്നതിന് മുമ്പാണ് ഇയ്യോബിൻ്റെ പുസ്തകം എഴുതിയത്. ആ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ മനുഷ്യൻ എന്തുകൊണ്ട് കഷ്ടതകൾ എന്നുള്ളതിൻ്റെ ഗൗരവമേറിയ വിശകലനമാണ് നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്കൊന്നും അറിയാൻ പാടില്ല, നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട് കഷ്ടതകൾ? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ എന്തുകൊണ്ട് വരുന്നു എന്നുള്ള നമുക്ക് മറുപടിയില്ല. പക്ഷെ ഒന്നറിയാം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പിന്നെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെന്ന് നാം അറിയുന്നു. സ്തോത്രം. പോസിറ്റീവ് പറയുകയാണ്, കഷ്ടത വന്നു, ശരിയാണ്. പക്ഷേ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണെങ്കിൽ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവനാണെങ്കിൽ, എനിക്ക് സംഭവിച്ചതൊക്കെയും നന്മയ്ക്ക്, ആത്യന്തിക നന്മയ്ക്ക്, പരമോന്നത നന്മയ്ക്ക്. പ്രയാസമുണ്ട്, കഷ്ടത വരുമ്പോൾ പ്രയാസമുണ്ട്. കഷ്ടത വരുമ്പോൾ യാതന, രോഗം വരുന്നു, ആപത്ത് വരുന്നു, പ്രശ്നം വരുന്നു, പണത്തിന് ഞെരുക്കം വരുന്നു, കടം വരുന്നു, പലതര പ്രയാസങ്ങൾ വരുന്നു, അത്യാഹിതങ്ങൾ വരുന്നു, അപകടങ്ങൾ വരുന്നു. ഇതെല്ലാം വരുമ്പോൾ പ്രയാസമുണ്ട്. പക്ഷേ ഓർക്കണം, അത് പിശാച് വരുത്തുന്ന ഈ കഷ്ടതകളൊന്ന്, എല്ലാം പിശാചാണ് വരുത്തുന്നത്, കഷ്ടതകളെല്ലാം പിശാച് വരുത്തുന്നതാണ്. ഈ രോഗങ്ങളും കഷ്ടതകളും ആപത്തുകളും നഷ്ടങ്ങളും എല്ലാം പിശാച് വരുത്തുന്നു. പിശാച് വരുത്തുന്ന ഈ കഷ്ടതകളെല്ലാം അതുപോലും ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നതാണെങ്കിൽ ദൈവം നന്മയ്ക്കാക്കി മാറ്റിത്തരും, നന്മയ്ക്കാക്കി രൂപാന്തരപ്പെടുത്തി തരും. കഷ്ടങ്ങൾ സന്തോഷിക്കാം. കർത്താവിന് സ്തോത്രം. ഈ 4 കാര്യങ്ങൾ കഴിഞ്ഞ ചില അവസരങ്ങളായിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും. അത് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് നമുക്ക് അതിന് മറ്റൊരു ഭാഗത്തേക്ക് നമുക്ക് കടക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും കേട്ടുകൊണ്ട് നിങ്ങളിപ്പോൾ എന്തെല്ലാം തീരുമാനം എടുക്കുന്നുണ്ട്? ഇത്രയും കേട്ടതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ യാതനകൾ, വേദനകൾ, ദുരിതങ്ങൾ,
എന്താ ഇത് ഓരോ മനുഷ്യനും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എവരി ഹ്യൂമൻ ബീയിങ് ഈസ് എ വാക്കിംഗ് വോൾക്കാനോ, ഒരു അഗ്നിപർവ്വതമാണ്. നടക്കുന്ന അഗ്നിപർവ്വതം ഓരോ മനുഷ്യനും. അഗ്നിപർവ്വതം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പുകയുന്ന അഗ്നിപർവ്വതം. ഇപ്പോൾ തൽക്കാലം പുകയൊന്നും പുറത്ത് കാണുന്നില്ലേ ഉള്ളൂ. വിരുന്നുകാർ വരുമ്പോൾ പുക പുറത്ത് കാണുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്ത് പോകുമ്പോൾ പുക പുറത്ത് കാണുന്നില്ല. നമ്മുടെ പ്രയാസങ്ങൾ വേറെ ആരും അറിയിക്കണമെന്ന് താല്പര്യമില്ല. പക്ഷേ ചില സമയത്ത് അറിയാതെ പൊട്ടിപ്പോകും. ഈ അഗ്നിപർവ്വതം പൊട്ടും, പിന്നെ തിളച്ച് മറിയുന്ന ലാവ ഒഴുകും. തിളച്ച് മറിയുന്ന ലാവ. എന്തുമാത്രം മനുഷ്യജീവനാണ് നഷ്ടപ്പെടുന്നത്. ഇരുമ്പും ചെമ്പും അങ്ങനെയുള്ള ലോഹങ്ങൾ, ധാതുക്കൾ, ലവണങ്ങൾ, മഗ്നീഷ്യം, പൊട്ടാസ്യം, ലവണങ്ങൾ, ഇതെല്ലാം കൂടി ഇളകി മറിഞ്ഞ് കത്തി ജ്വലിച്ച് മറിയുന്ന ലാവ. ആ ലാവ ഉരുകുന്ന ആ ദ്രാവകം വലിയ നദി പോലെ പർവ്വതത്തിൽ നിന്ന് പൊട്ടി ഒഴുകുന്നു. ചെന്നിരുന്നതെല്ലാം എല്ലാവരും വെന്തഴുകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ ചിലപ്പോൾ ഈ അഗ്നിപർവ്വതം പൊട്ടി ഒഴുകും. അഗ്നിപർവ്വതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. അഗ്നിപർവ്വതം. ഇപ്പോൾ കോപിക്കേണ്ടെന്ന് തീരുമാനിച്ച ആൾ കോപിക്കാതെ കുറേ കാലമൊക്കെ ഇരിക്കുന്നു, കോപിക്കുന്നില്ല. പക്ഷേ ചിലപ്പോൾ അറിയാതെ പൊട്ടിപ്പോകും. പൊട്ടിപ്പോകുമ്പോഴോ മുഴുവൻ നാശം. ഗർജനങ്ങളായി, അട്ടഹാസങ്ങളായി, ആക്രോശങ്ങളായി, പിന്നെ ഒരു പക്ഷേ അടിപിടികളായി, എല്ലാം തകരാറായി. ഓർക്കൂ, ഇന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കണം. ദൈവത്തിന് സ്തോത്രം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ കഷ്ടത വന്നാലും, നഷ്ടങ്ങൾ വന്നാലും, പ്രശ്നങ്ങൾ വന്നാലും, എതിർപ്പുകൾ വന്നാലും, തെറ്റിദ്ധാരണകൾ വന്നാലും, കർത്താവേ, ഞാൻ മരണത്തോളം ക്രൂശിതൻ്റെ പാതയിൽ കൂടി ഞാൻ നടക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മരണത്തോളം ക്രൂശിലേറിയവൻ്റെ പാതയിൽ കൂടി ഞാൻ പോകും. ഞാൻ പരിസരങ്ങളിലേക്ക് നോക്കുന്നില്ല. ഞാൻ എൻ്റെ മുന്നേ പോയ യേശുവിലേക്ക് മാത്രം നോക്കിക്കൂടി ഞാൻ പോകും. പരിസരങ്ങളിൽ ആക്ഷേപിക്കുന്ന സ്വരങ്ങൾ ഉയർന്നുണ്ട്. തൂക്കുക എന്നുള്ള അട്ടഹാശബ്ദങ്ങൾ മുഴങ്ങുന്നുണ്ട്. ഞാനത് കേൾക്കുന്നില്ല. ഞാൻ നോക്കുന്നത് എൻ്റെ മുന്നേ പോകുന്ന എൻ്റെ യേശുവിൻ്റെ കുരിശിലേക്കാണ് ഞാൻ നോക്കുന്നത്. ക്രൂശിം പേറിപ്പോകുന്ന എൻ്റെ രക്ഷകൻ്റെ മുഖത്തേക്കാണ് ഞാൻ നോക്കുന്നത്. ഓരോ കാൽ ചുവടുകളെയും ഞാൻ പിന്തുടർന്ന് ഞാനിതാ മുന്നോട്ട് പോവുകയാണ്. കർത്താവേ, നീ എന്നെ പിടിച്ചുകൊള്ളണമേ, എന്നെ നയിച്ചു കൊള്ളണമേ, നീ കാത്തുകൊള്ളണമേ, എൻ്റെ മേൽ നിനക്കരം വെച്ച് കൊള്ളണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. ദൈവം നിങ്ങൾ കരുണ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടുത്തെ തൃപ്പാദത്തിൽ ഒരു ഞങ്ങൾക്ക് കൃപ തന്നതിനായി നന്ദിയോടെ സ്തോത്രം. അടിയങ്ങളുടെ ഹൃദയം പകരുവാൻ ഈ അവസരം തന്നതിനായി നന്ദിയോടെ സ്തോത്രം. എല്ലാം കാണുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നിരന്തരം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. അവിടെ നിങ്ങളെ സ്നേഹിക്കുന്നതിനായി സ്തോത്രം. നിത്യസ്നേഹത്താൽ ഞങ്ങൾ വിളിച്ചതിനായി സ്തോത്രം. സ്വർഗ്ഗരാജ്യം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതിനായി സ്തോത്രം. കർത്താവെ, എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പുതുജീവിതത്തിനുള്ളതായ ആർത്തിയും ആഗ്രഹവും വാഞ്ചയും കൊണ്ടുള്ളവരുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. എൻ്റെ കർത്താവെ, അടുത്ത രണ്ടാമത്തവരിന് വേണ്ടി ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം.